ഹായ് ഹലോ എല്ലാവർക്കും മലയാളം സീരിയൽ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ ഇന്നത്തെ പത്തരമാറ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയനയോട് ദേവയാനി പറയുകയാണ്, ഇനി വരാൻ പോകുന്നതാണ് ശരിക്കുമുള്ള മരുമകൾ. അവളെ പാദസേവ ചെയ്ത് ജീവിക്കുകയാണ് ഇനി നീയും ചേച്ചിയും ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ജോലി എന്നൊക്കെ പറയുകയാണ് ദേവയാനി നയനയോട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ ഞങ്ങളുടെ രണ്ടുപേരുടെയും കഴുത്തിലൊരു താലിയുണ്ട്. ആ താലി ഉള്ളിടത്തോളം ഞങ്ങൾ ഇവിടുത്തെ മരുമക്കളാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുകയും, അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, താലിയാണോ നിൻ്റെ ബലം? ഈ താലി പൊട്ടിച്ചെറിയാനും എനിക്കറിയാം എന്നും ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് തവണ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇനിയും പോവാം, പക്ഷേ ഈ താലി ഞാൻ വിട്ടു തരില്ല. അത് വലിച്ചെറിയാൻ നമുക്കൊരു അവകാശവും ഇല്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവയാനി ഇങ്ങനെ ഒരുപാട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ആദർശ് ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞ് നയന ഉള്ളിലേക്ക് പോവുകയും ഉടനെ ആദർശ് പറയുന്നുണ്ട്, അത്രയൊന്നും സംസാരിക്കണ്ടായിരുന്നു എന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ ചൂടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ ഇങ്ങനെയാണെങ്കിൽ അവൾ ഇറങ്ങിപ്പോയിക്കളിയും എന്ന് അമ്മയോട് പറയുമ്പോൾ അവൾ ഇറങ്ങിപ്പോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇവള് ഈ കുടുംബത്തിനും കമ്പനിക്കും ചെയ്ത കാര്യങ്ങളൊന്നും മറന്നു പോവരുത്. അവളുള്ളത് കൊണ്ടാണ് അമ്മയുടെ ജോലിയൊക്കെ കുറഞ്ഞത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദേവയാനി ഒരുപാട് ആദർശിനെയും വിമർശിക്കുന്നുണ്ട്. നയനയുടെ ഭാഗത്ത് നിന്നാണ് നീ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ദേവയാനി തന്നെ സ്വയം ചിന്തിക്കുന്നുമുണ്ട്, ഇവൾ പോയാൽ പിന്നെ ഞാൻ തന്നെയാണ് കഷ്ടപ്പെടുക, എൻ്റെ നടുവൊടിയുമെന്ന് ദേവയാനി സ്വയം ചിന്തിക്കുന്നുമുണ്ട്. ഇത് കഴിഞ്ഞ് ആദർശ് ഉള്ളിലേക്ക് പോയ ശേഷം പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി ഒരുപാട് സങ്കടത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഒന്നിനോടും ഒരു ഉന്മേഷവും ഇല്ലാതെ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ആദർശ് വരികയും കാര്യങ്ങൾ തിരക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ എന്താണ് നിൻ്റെ അച്ഛനമ്മയുടെ കൂടെ കല്യാണം വിളിക്കാനൊന്നും പോവാത്തെ എന്നൊക്കെ ചോദിക്കുകയും, എനിക്കതിനൊന്നൊരു മൂഡില്ല എന്ന് പറയുമ്പോൾ, ആരാണ് ആ പെൺകുട്ടി? നയന പറഞ്ഞല്ലോ ആരോ നിൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ പറയുകയും, പറഞ്ഞാൽ അത് ആദർശേട്ടൻ നടത്തി തരുമെന്ന് ചോദിക്കുമ്പോൾ, ഇനിയൊന്നും നടക്കില്ല, മുത്തശ്ശൻ വാക്ക് പറഞ്ഞതാണ്, അനാമികയെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയും, അങ്ങനെയെങ്കിൽ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് അനിയോട്, ഇത് വൺ വേ ആണോ, നിനക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, അവൾക്കും ഇഷ്ടമുണ്ടെന്നായിരുന്നു എൻ്റെ വിശ്വാസം, പക്ഷേ ഇപ്പോൾ അതില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് നിർബന്ധിച്ചിട്ടും അനി കാര്യങ്ങൾ വിട്ട് പറയുന്നില്ല. ആരാണ് പെൺകുട്ടിയെന്ന് ആദർശിനോട് പറയുന്നൊന്നുമില്ല. ഇത് കഴിഞ്ഞ് ആദർശിങ്ങനെ അനിയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആദ്യം സ്നേഹിച്ചത് നവ്യ ആയിരുന്നില്ലേ, എന്നിട്ടിപ്പോൾ നോക്കൂ നവ്യയുടെ സ്വഭാവം നീ കണ്ടില്ലേ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അനി പറയാണ്, ചേട്ടൻ്റെ മനസ്സിലത്തെ പെൺകുട്ടി നയനേച്ചിയാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടോ ചേട്ടൻ ആ നയനേച്ചിയുടെ വില മനസ്സിലാക്കുന്നില്ല, ഇപ്പോഴും സങ്കടപ്പെടുത്താണല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല ഞങ്ങളിപ്പോൾ നല്ല സ്നേഹത്തിലാണ്, അമ്മയുടെ മുന്നിൽ വെച്ച് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എങ്കിൽ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഒരു കുഞ്ഞ്, എന്നിട്ട് അതെന്താ ഇല്ലാതെ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് നയനക്ക് കുട്ടികളെ ഇപ്പോൾ താല്പര്യമില്ലാഞ്ഞിട്ടാണ് എന്ന് പറയുന്നു. അങ്ങനെ കള്ളം പറയുകയാണ് ആദർശ്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ടാണോ എന്ന് പറഞ്ഞ് അനി പോവുകയാണ്. ഉടനെ തന്നെ അനി ചെന്ന് നയനേടത്തിയുടെ അടുത്തേക്ക് ചെല്ലുകയും അത് ചോദിക്കുകയും ചെയ്യുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര അധികം ഇഷ്ടമാണ്, പിന്നെ നിൻ്റെ ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ കാണിക്കുന്നുണ്ടായിരുന്നു. നന്ദു ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുൾ ആക്റ്റീവായി മുമ്പത്തെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയാം നിൻ്റെ മനസ്സിലുള്ള വിഷമം, നിനക്കറിയാം നിനക്ക് അനിയെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, അനി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന വിഷമം മാത്രമേ ഉള്ളൂ, ഇനി നമുക്ക് മുന്നത്തെ പോലെയൊക്കെ എൻജോയ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എന്നാൽ പിന്നെ ആദ്യം റെസ്റ്റോറൻറ്റിൽ പോയി ഒരു കോഫി കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ പോവുകയായിരുന്നു. ഇതിനിടെ
അനാമിക അനിയെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, കാണാൻ വേണ്ടി പറയുകയും സ്ഥിരം കാണുന്ന റെസ്റ്റോറൻറ്റിൽ വരാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഇവരും അതായത് നന്ദുവും ഫ്രണ്ട്സും കൂടെ പോകുന്നത്. അങ്ങനെ അവിടെ അവർ രണ്ടുപേരും അതായത് അനിയും അനാമികയും സംസാരിച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അനി ഉണ്ടല്ലോ എന്ന് പറയുകയും ഹായ് അനി എന്ന് നന്ദു പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടാതെ കണ്ടു നിൽക്കുകയായിരുന്നു അനാമിക. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞത്.